കർഷക സുഹൃത്തുക്കളെന്ന നമ്മുടെ ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ടീമംഗങ്ങളെ ഇന്ന് ആദ്യമായി ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ ചാനലിൻ്റെയും പുതുവത്സരാശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. പവർ ഓൺ എന്ന് പറയുന്ന ബ്രഷ് കട്ടറാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് പുതുവത്സരമൊക്കെ ആണല്ലോ, അപ്പോൾ ഈ വർഷം എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ നല്ലൊരു ബ്രഷ് കട്ടറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പവർ ഓൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് POBC 4380 എന്നാണ് അതിൻ്റെ നമ്പറൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പോൾ അസംബ്ലിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് ബോൾ അസംബ്ലി. ഇനി നമുക്ക് എൻജിൻ്റെ ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ഈ ബോക്സിലൊരു കിറ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെ അതിലുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ട്രിമ്മർ ഹെഡാണ്, അല്ലെങ്കിൽ ടാപ്പ് ആൻഡ് ഗോ എന്ന് പറയും. ഷോൾഡർ ബെൽറ്റ്, ബ്ലേഡ്, പിന്നെ നമുക്ക് വേണ്ടുന്ന ടൂൾസാണ് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ വർക്കിംഗ് പോൾ അസംബ്ലി എൻജിനിലേക്ക് കണക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ടൂൾസ് കിറ്റിൽ അതിൻ്റെ 4 ബോൾട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ അസംബ്ലി അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഹൗസിംഗ് അസംബ്ലി വളരെ വൈബ്രേഷൻ കുറഞ്ഞ ഒരു അസംബ്ലി ടൈപ്പാണിത്.
ഇനി നമുക്കിതിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടി 4-ൻ്റെ അല്ലങ്കിയാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രഷ് കട്ടറിൻ്റെ റൈറ്റ് ഹാൻഡ്, അതായത് നമ്മുടെ ആക്സിലേറ്റർ ഉള്ള ഭാഗം നമുക്ക് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ കാർബറേറ്ററിൽ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കാർബറേറ്ററിൽ സാധാരണ മറ്റ് ബ്രഷ് കട്ടറുകൾ അസംബിൾ ചെയ്യുന്നത് പോലെ കാർബറേറ്ററിലേക്ക് ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിമ്മർ ഹെഡ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ബ്ലേഡ് നട്ട് അഴിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ലോക്ക് വാഷർ ശ്രദ്ധിച്ചാൽ വളരെ നല്ല ക്വാളിറ്റിയിലാണ് അവരത് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ പുല്ലും വള്ളിയൊക്കെ ചുറ്റാത്ത ടൈപ്പിലുള്ള ലോക്ക് വാഷറാണ് അതിനുള്ളത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ട്രിമ്മർ ഹെഡ് അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം. സാധാരണ നമ്മുടെ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ഗിയർ സെറ്റിനേക്കാളും ഡബിൾ കനമുള്ള ഗിയർ സെറ്റാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. $40 മില്ലി ടൂട്ടി ഓയിൽ കലർത്തിയ പെട്രോളാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രൈമർ ബൾബിൽ പ്രസ് ചെയ്ത് സാധാരണ ചെയ്യുന്നത് പോലെ പെട്രോൾ ലോഡ് ചെയ്യണം. ചോക്ക് മുകളിലേക്ക് ഇടണം. സ്വിച്ച് താഴേക്കാണ് ഓൺ വരുന്നത്. രണ്ട് വേലിയിൽ തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോക്ക് താഴേക്ക് ഇട്ട് കൊടുക്കണം.
ഇപ്പോൾ നമ്മുടെ ബ്രഷ് കട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. രണ്ടര മണിക്കൂറിന് മുകളിൽ മൈലേജ് ലഭിക്കുന്ന ഈ ബ്രഷ് കട്ടറിൻ്റെ മൈലേജിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, ഇതിൻ്റെ കാർബറേറ്റർ തന്നെയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഹൈ ക്വാളിറ്റിയിലുള്ള വാൽബ്രോ കാർബറേറ്ററാണ് ഇതിൽ വരുന്നത്. 2 HP മുകളിൽ പവറുള്ള ഉയർന്ന ഇന്ധനക്ഷമതയുള്ള ഈ പ്രൊഫഷണൽ ബ്രഷ് കട്ടറിൻ്റെ വില 16,000 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അതുപോലെ നമ്മുടെ ഈ പവറോണിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.